നമസ്കാരം. സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു കിഡിലൻ ടീസർ വന്നിട്ടുണ്ട്. അതായത് FF എന്നാണ് ആ ടീസറിന്റെ അവർ പേരിട്ടിരിക്കുന്നത്. തീർത്തും ഈ AI ജനറേറ്റർ ആയിട്ടാണ് ഈ ഒരു ടീസർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ മമ്മൂക്ക, വിജയ് സേതുപതിയെ വെച്ചിട്ടാണ് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ടീസർ. പക്ഷെ ചിലപ്പോൾ ഈ ടീസർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ മമ്മൂക്കായ എങ്ങനെയാണോ കാണാൻ സ്ക്രീനിൽ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മമ്മൂക്ക ചെയ്യാത്ത കഥാപാത്രങ്ങളില്ലല്ലോ. അപ്പം ഇനി എന്താണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. ഒരു ഹോളിവുഡ് ലെവലിലൊക്കെ മമ്മൂക്കാട് ഒരു ചിത്രം കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും അതോടൊപ്പം തന്നെ ആരാധകരും ഉണ്ടെന്നറിയാം. അപ്പൊ അവർക്കിടയിലേക്കാണ് ഇത്തരത്തിലൊരു ടീസർ, രണ്ട് യുവാക്കളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട് ആ ഒരു ടീസർ. ആ ടീസർ ഞാൻ കണ്ടു. അപ്പൊ ആ ടീസറിന്റെ റിയാക്ഷൻ കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് രണ്ടു മൂന്ന് സിനിമകളെ കുറിച്ചിട്ട് ഒന്ന് പറയാനുണ്ട്. കാരണം ഈ 2021 തൊട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയിട്ടുള്ള സിനിമകൾ തന്നെയാണ്. എന്നാൽ ഒരു കാലത്ത് സിനിമയെ നിയന്ത്രിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ മേഖലയെ നിയന്ത്രിച്ചിരുന്ന ഒരു നടനാണ് നമ്മുടെയൊക്കെ ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപ്. ദിലീപിന്റെ 3 സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, OTT-യിൽ പോലും ദിലീപിന്റെ സിനിമ വേണ്ടാത്തൊരവസ്ഥയാണ്. ഇപ്പൊ ആദ്യം ഇറങ്ങിയിട്ടുള്ള ബാന്ദ്ര, അതിനുശേഷം തങ്കമണി, പിന്നെ പവി ടേക്ക് കെയർ, ഈ 3 സിനിമകളും OTT-യിൽ പോലും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം. കാരണം ദിലീപ് എന്ന് പറയുന്ന നടൻ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ നൽകിയിട്ടുള്ള നടൻ തന്നെയായിരുന്നു. ഈ ഭാവനയുമായിട്ടുള്ള ഒരു വിഷയത്തിന് ശേഷമാണ് ദിലീപിനെ മലയാളി പ്രേക്ഷകർ കുറച്ച് അകറ്റി നിർത്താൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഈ പഴയ സിനിമകൾ, അതായത് മുമ്പ് ചെയ്തിട്ടുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് എടുത്തിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അത് സ്വീകരിക്കുന്നില്ല എന്നുണ്ട്. മറ്റൊന്ന്, ഈ തിയേറ്ററിൽ വെടിയുടെ വെടിപ്പൂരം തീർത്ത് നമ്മുടെ മമ്മൂക്കയുടെ ടർബോ ജോസ് വീണ്ടും OTT-യിലേക്ക് എത്തുന്നു. ഈ വരുന്ന 12-ാം തീയതി സോണി ലൈവിലൂടെ ആയിരിക്കും ഈ സിനിമ OTT-യിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പം OTT-യിലും ഒരു ഇടിയുടെ പൂരം തീർക്കും ജോസേട്ടൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ തിയേറ്ററിൽ നിന്ന് മാത്രം തന്നെ ഏതാണ്ട് 100 കോടി ക്ലബിലേക്ക് സിനിമ കയറിയിട്ടുണ്ട്. എന്തായാലും അവഹേളിച്ചവരും പുച്ഛിച്ചവർക്കൊക്കെ ഉള്ള ഒരു മറുപടി തന്നെയായിരുന്നു തിയേറ്ററിൽ തന്നെ വലിയൊരു വിജയം നേടാൻ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചത്. അപ്പൊ നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ ആ ടീസറിലേക്ക് നമുക്കൊന്ന് പോകാം. ആ ടീസർ കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യം കൊണ്ടൊന്ന് പറയാം. മമ്മൂക്കാനും വിജയ് സേതുപതിന്റെയും ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ടീസർ നമുക്ക് മുന്നിലേക്ക് തന്നിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു ടീസർ. നമ്മൾ മമ്മൂക്കാനെയൊക്കെ എങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു ആ തരത്തിൽ, അത് ചെറിയൊരു ടീസറാണ്, ഒരു 10-40 സെക്കൻഡ് ഉള്ള ഒരു ടീസറാണ്. എന്തായാലും ഗംഭീരമായിട്ടത് മേക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കായെ കാണാൻ കാത്തിരിക്കുന്നത് ഒരു ഹോളിവുഡ് ലെവലിലൊക്കെ നമ്മൾ മമ്മൂക്കായെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടല്ലോ പല സിനിമകൾ കാണുന്ന സമയത്തൊക്കെ. അപ്പം അത്തരത്തിലേക്ക് ഇങ്ങനെ മാറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ടീസർ തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു ടീസർ പക്ഷെ നിങ്ങൾക്കും ഇഷ്ടമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ മമ്മൂക്കായെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട്, അല്ലെങ്കിൽ അത്തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകർ നമുക്കിടയിൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 12-ാം തീയതി മമ്മൂക്കയുടെ ടർബോ വെടിപൂരം തീർക്കാൻ വേണ്ടി OTT പ്ലാറ്റ്ഫോമിലേക്കും സിനിമ എത്തുന്നു. സിനിമ OTT-യിലും വലിയൊരു ഗംഭീര വിജയം നേടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശരിയാ ലൈക്ക് കമന്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളിലേക്ക് സ്വന്തം